ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ അതിരപ്പള്ളിയിലാണ്. വൈൽഡ് ഗ്ലാംസ് ഇതൊരു ഡോം സ്റ്റേ ആണ്. നമ്മൾ ഇൻസ്റ്റ വഴി കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. വന്ന പാടെ ഞാൻ ഊഞ്ഞാലിൽ ചാടിക്കയറിയിരുന്നു. എവിടെ പോയാലും അതാണല്ലോ എൻ്റെ ശീലം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു വലിയ ഫ്ലോട്ടാണ്. അതിൽ 3 ഡോംസാണ് വരുന്നത്. കൂടാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടേബിൾ ടെന്നീസ്, ഡാർട്ട് ബോർഡ്, ആർച്ചറി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നേരെ നടക്കുന്നത് പൂളിലേക്കാണ്. പൂള് 24/7 ഓപ്പൺ ആണ്. അപ്പോൾ അതിനോട് ചേർന്നുള്ള ആ വ്യൂ തന്നെ നോക്കുക, അടിപൊളിയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ സെൻട്രലിൽ കാണുന്ന ഡോം അതായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത്. ആ സെൻറ്ററിലുള്ളതാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ബാഹുബലിയിലെ ഡയലോഗൊക്കെ പറഞ്ഞ് ഒരാളിവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായി. ഫസ്റ്റ് തന്നെ മിഷൻ ഫെയിലായി. ആൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനപ്പോൾ ഇതിൻ്റെ ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ റൗണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. 2ാമത്തെ വർഷം നോക്കി ഫെയിലായി, 3 ഫെയിലായി, 4 അതും പോയി, 5 അതും പോയി. അതവിടെ നടക്കട്ടെ. അപ്പം നമുക്ക് റൂം കാണിച്ചു തരാം. ഞങ്ങളുടെ റൂം വരുന്ന സെൻറ്ററിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെയാണ്, ഇങ്ങനെയാണ് വരുന്നത്. നല്ല നീറ്റായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീ സ്നാക്സ് എത്തി. ചായയും പഴംപൊരിയായിരുന്നു. നല്ല ചൂട് പഴംപൊരിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചായ കുടിച്ച് ഉഷാറായപ്പോൾ ആൾ വീണ്ടും ട്രൈ ചെയ്യാൻ തുടങ്ങി. 6 പോയി, 7 അതും പോയി. ഇതൊക്കെ എന്ത്, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അടുത്ത് ഞാൻ പോയി. ഭയങ്കര പോസൊക്കെ ആയിരുന്നു, വലിയോട് വലിയ. പക്ഷെ എനിക്കറിയില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യം വലിച്ചപ്പോൾ അത് വിടുന്നുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ ട്രൈ ചെയ്തു, വലിച്ചു വിട്ടു. അതെ, അതെന്തായാലും കൊണ്ടു. യെസ്, സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അടുത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. യെസ്, അങ്ങനെ ഒടുവിൽ 7-8 പരിശ്രമങ്ങൾക്കൊടുവിൽ ആൾ സക്സസ് ആയിരിക്കുകയാണ്. കറക്റ്റ് ആ 10 തന്നെ കൊള്ളിക്കാൻ പറ്റി. സിമ്പിൾ. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ നേരെ പൂളിലേക്ക് പോയി ചാടാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഒന്നും നോക്കിയില്ല, നേരെ പോയി. എനിക്ക് നീന്താനൊന്നും അറിയില്ല. പിന്നെ വല്ല കാലത്തും ഇതുപോലെ റിസോർട്ടിൽ പോകുമ്പോൾ മാത്രമല്ല നമുക്ക് പൂൾ ആക്സസ് ചെയ്യാനുള്ള ഒരവസരം കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും മുതലെടുക്കാൻ തന്നെയായിരുന്നു എൻ്റെ ഒരു തീരുമാനം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. അതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് എനിക്ക് വെള്ളം പേടിയായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഇറങ്ങണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ നോക്കി പറ്റിയില്ല, തിരിച്ചിറങ്ങാനുള്ളൊരു യെസ്. ഫൈനലി ഞാൻ എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി. പിന്നെ ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരുന്നു. കുറേ നേരം ഞങ്ങൾ അതിൽ തന്നെ എൻജോയ് ചെയ്തു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല എടുത്ത് തരാനായിട്ട്. ആഴം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ അത്ര ആഴം ഉണ്ടായിരുന്നു. എനിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ പറ്റും, അത്ര ഒരു ആഴം ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്തോ വെള്ളം കാണാത്ത നാട്ടിൽ നിന്ന് വന്ന പോലെയായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് വന്നപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാനേജറാണ്, ആളുടെ പേര് അരുൺ എന്നാണ്. ആൾ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അത് ഹോംലി ഫുഡായിരുന്നു. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടോട്ടലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റേ ആണെങ്കിലും ഫുഡാണെങ്കിലും അറ്റ്മോസ്ഫിയറും ആ ഒരു ക്ലൈമറ്റും നമുക്കൊരു നല്ലൊരു പ്രൈവറ്റ് സ്പേസും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കോൺടാക്റ്റ് നമ്പറും എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.